പരിപാടി? ഓ, നമുക്ക് എന്ത് പരിപാടി ചേട്ടാ? ഞാൻ ചുമ്മാ ഓരോ ഗെയിമൊക്കെ കളിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു. മൂത്തവരെ കണ്ട ഒന്ന് എണീക്കാം. ഇതിപ്പോ ആയിട്ടാ അവിടെ ചേട്ടാ, ഡിന്നറിന് മുമ്പേ നമുക്ക് 2 ചെറുതങ്ങ് പിടിപ്പിച്ചാലോ? എന്നുവെച്ചാ എന്തായിരിക്കും? 2 സ്മോളോ, 2 ലാർജോ, 2 ഡബിൾ ലാർജോ? ഏത്? എടാ, സ്വന്തം ചേട്ടനെ നീ കള്ളു കുടിക്കാൻ വിളിക്കണേന്ന് ആലോചിക്കണം. ചേട്ടനാ? ഒന്ന് പോയാട്ടാടും, ചുമ്മാ വെറുതെ ഷോ കാണിക്കാൻ പറ്റും. വെറുതെ അല്ല, ഇനി നിന്റെ കൂടെ കൂട്ടുകാരനെ പോലെ ഇരുന്ന് മദ്യപിക്കോ തമാശ പറയോ ഞാൻ ചെയ്യൂല. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നിന്റെ മൂത്ത ചേട്ടനാണ്. അതായത് കുടുംബത്തിലെ അച്ഛന്റെ സ്ഥാനം. അച്ഛനെ നീ കള്ളു കുടിക്കാൻ വിളിക്കോടാ? ഇല്ല. ഞാന് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് പറയാൻ പോവാണ്. അത് നീ കേൾക്കണം, അത് അതുപോലെ ചെയ്യണം. പറഞ്ഞ മനസ്സിലായല്ല? ചേട്ടൻ പറഞ്ഞോ, ഞാൻ ചെയ്തോളാം. കൊച്ചമ്മ, ഇതെന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. ഞാൻ വന്നപ്പം നീ എന്തോ ഗെയിം കളിച്ചോണ്ടിരിക്കുകയല്ലായിരുന്ന? നിനക്കിപ്പോ എത്ര വയസ്സായി? 24, 25 ആകുന്നു. എണ്ണി പഠിക്കുകയാണ്. കൊള്ളാം, ഗെയിം കളിക്കാൻ പറ്റിയ പ്രായം. എടാ, ലൈഫ് ഇങ്ങനെ വെറുതെ ഗെയിം ഒന്നും കളിച്ച് കളയരുത്. നീ കുറച്ചും കൂടെ സീരിയസ് ആവണം. ചേട്ടൻ സീരിയസ് ആയോ? ആ, ഞാൻ ഇന്നലെ മുതൽ സീരിയസ് ആയി. അതൊക്കെ ഇനി ഇവിടെ ഉള്ളവർ അറിയാൻ പോണതേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നീ ഏറ്റെടുക്കണം. ചേട്ടൻ പറ, എന്താ ചെയ്യേണ്ടത്? നാളെ മുതൽ ആലപ്പുഴ മുതൽ എറണാകുളം വരെയുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലും നീ പോണം. കിട്ടാനുള്ള പേയ്മെന്റ് ഒക്കെ വാങ്ങിച്ചെടുക്കണം. അപ്പൊ സെയിൽസ് എക്സിക്യൂട്ടീവ്. പറഞ്ഞ മനസ്സിലായ? ചെയ്യാം. ആ, ഓ, ഇപ്പോഴാണ് പ്രക്ഷോഭണ്ണ ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് കാണുന്നത്. ഓ, ചിലരൊക്കെ നന്നാവും. ദേ, നിന്നെ അവൻ വരച്ച വരെ നിർത്തും. സൂക്ഷിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും കൊള്ളാം, പ്രത്യേകിച്ച് നിനക്ക് കൊള്ളാം. വരയ്ക്കാൻ ഇങ്ങോട്ട് വരട്ടെ. അത് ശരി. പിന്നെ ചേട്ടാ, കുറെ കാര്യങ്ങൾ ഇപ്പൊ ഔദ്യോഗികമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞല്ലോ. എന്നാൽ ചില കാര്യങ്ങൾ എനിക്കും അങ്ങോട്ട് ഔദ്യോഗികമായിട്ട് പറയാനുണ്ട്. എന്താന്ന് വെച്ചാ പറ. കമ്പനിയുടെ MD ആയിട്ടുള്ള അമ്മയുടെ അടുത്ത് പറയണം എന്റെ ശമ്പളം കൂട്ടിത്തരാൻ. എനിക്ക് കിട്ടുന്ന നക്കാപ്പിച്ച് എന്റെ ചെലവിന് പോലും തികയുന്നില്ല. എടാ, അമ്മയല്ല ഇനി അങ്ങോട്ട് നോക്കാൻ പോണത്. പിന്നെ ഞാനാണ് നോക്കാൻ പോണത്, കമ്പനി. അതുകൊണ്ട് നീ പറയണത് പോലെയൊക്കെ ചെയ്യണം. എന്റെ പൊന്നു സിൽവി, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ചേട്ടൻ എന്തോ മാനസിക രോഗമാണെന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. ആർക്ക് മാനസിക രോഗം? ഒരു കുഴപ്പമില്ല. അണ്ണ ഇപ്പോഴാണ് കുടുംബനാഥനായത്. ആ, അണ്ണൻ ഇപ്പൊ പക്വതയൊക്കെ വന്നപ്പോ അടിപൊളി. എല്ലാം നല്ലനായിരിക്കും അല്ലേ അണ്ണ? കണ്ടു പഠിക്ക്. കിട്ടുള്ളത് കിട്ടിയല്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.